അയോൾ അപ്പോൾ നമുക്ക് ഇന്നലെ പറഞ്ഞ ലെവലുകളൊക്കെ ഇന്ന് എങ്ങനെ വർക്ക് ചെയ്തു എന്നില്ലെന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞ പ്രധാനപ്പെട്ട ലെവൽ 25,920 മുതൽ 25,930, അതിന് മുകളിൽ 26,000 പറഞ്ഞു. അത്രയും ലെവലാണ് പ്രധാനമായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് മുകളിലേക്ക് പോയ ശേഷം കൃത്യമായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തിട്ട് താഴത്തേക്ക് വന്നു അല്ലേ. ഈ ഒരു ക്യാൻഡിലിൽ വന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ട്രേഡ് എടുത്തിരുന്നു. ഇത് ഇവിടെ വരെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരെ നമ്മൾ ടാർഗറ്റ് വെക്കുകയും ചെയ്തിരുന്നു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിരുന്നില്ലായിരിക്കും. പിന്നെ വീണ്ടും അത് ഒരു റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ അടുത്ത ടാർഗറ്റിലേക്ക് വെച്ച് നമ്മളൊരു സെൽ ട്രേഡ് ഞാൻ എടുത്തത്, സെല്ലാണ് ചെയ്തത്. ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു അതിന് കാരണമെല്ലാം. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും കണ്ടവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അധികം ഇങ്ങനെ ലെവലുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ എക്സ്പയറി ഡേയിലും മറ്റുള്ള സമയത്തൊക്കെ നമ്മൾ ഫുൾ റിസ്കിൽ ചെയ്യുന്നത്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായ സ്റ്റോപ്പ് ലോസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. കൃത്യമായ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കി. ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ 59,100 ആയിരുന്നു. ഏകദേശം നമ്മളെ ലെവലിൽ തന്നെ ടച്ച് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വന്നത്. നമുക്ക് ഏകദേശം ഈ ലെവൽ വരെ നമുക്ക് ടാർഗറ്റ് എടുക്കാമായിരുന്നു. എടുക്കുന്ന ട്രേഡ് എടുത്തവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മാത്രമല്ല, ഞാൻ ഒരു 10 മണിയൊക്കെ ആ സമയത്ത് ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവില്ല, ഇന്നലത്തെ പോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നുകിൽ സെൽ ട്രേഡിലേക്ക് പോവുക, അല്ലെങ്കിൽ അതായത് ഓപ്ഷൻ ബൈ ചെയ്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടാർഗറ്റും ബുക്ക് ചെയ്ത് ഇറങ്ങുക എന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ ഇറങ്ങിയതെന്നാണ് പറഞ്ഞത് ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങൾക്കൊന്നും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകളൊന്നും നോക്കാം. നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് എടുക്കുന്നത്, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് 25,830 മുതൽ 25,850 വരെയാണ്. അതിന് മുകളിൽ 25,900 ആണ് അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ 26,000 അടുത്ത റെസിസ്റ്റൻസ്. പിന്നെ താഴത്തേക്ക് ഡൗൺ സൈഡിലേക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് 25,750 ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് 25,700 ഒരു സപ്പോർട്ടാണ്. അത് കഴിഞ്ഞ് കുറച്ചൊരു താഴേക്ക് വരും, 25,600 വരെ വരാനുള്ള എല്ലാ സാധ്യതയും മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കിയിട്ട് ഇന്നത്തെ പോലെ തന്നെ നമുക്ക് നാളെ ട്രേഡ് എടുക്കാം. ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ലെവലുകൾ എന്ന് പറഞ്ഞാൽ 58,800 ഒരു സപ്പോർട്ടാണ്, 58,650 ഒരു സപ്പോർട്ടാണ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് എടുക്കുന്നത്. റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് 59,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ 59,250, അതായത് 59,300 ആ റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. പിന്നെ മാത്രമല്ല ഒരു 59,150 കൂടി ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ 59,150 കൂടി നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഈ ഒരു ലെവലും കൂടി മാർക്കറ്റിലൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു ലെവലും കൂടി മാർക്കറ്റിൽ 150, ഓക്കെ, 59,150 ഏകദേശം ഒരു റെസിസ്റ്റൻസ്, ചെറിയൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. മിക്കവാറും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 59,300 മാത്രമേ നമുക്ക് പ്രധാനമായിട്ട് നോക്കുന്നുള്ളൂ. ഓക്കെ, അത് വിട്ടേക്കാം. നമുക്ക് 59,300 മാത്രം പ്രധാനമായിട്ട് എടുക്കാം. ബാക്കിയുള്ളത് താഴത്തുള്ള റെസിസ്റ്റൻസ് 59,000 എടുക്കാം. അതിന് താഴെയുള്ളത് സപ്പോർട്ടായിട്ട് വരുന്നത് 58,800, അതിന് 58,650. ഇത്രയും ലെവലുകൾ നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കാം. നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലെവലുകൾ എടുക്കാം. എന്നിട്ട് നമുക്ക് നാളത്തെ ട്രേഡ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ.